ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നൊരു കൊച്ചു ടൈമായി ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ, വലിയ വീഡിയോ ഒന്നുമല്ല. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷെല്ലാം ചെയ്തിട്ട് എണീക്കുമ്പോൾ തന്നെ 6:30 ആയി. വാവസിന് സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കടുപ്പൊക്കെ കുറച്ച് മതി കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാരയും വലുതായിട്ടൊന്നും വേണ്ട, ചായപ്പൊടിയും വേണ്ട കേട്ടോ. വേഗം തീരത്തില്ല. മേടിച്ച് വെച്ച കുറേ ഡേയ്സൊക്കെ ഇങ്ങനെ നിൽക്കും. ഇച്ചിരി എടുത്തുള്ള കണ്ടൊക്കെ എൻ്റെ പാലാണെന്നേ പറയത്തുള്ളൂ. ഏകദേശം പാല് പോലെ ഉണ്ടല്ലോ, പൊടി കുറവാണ് ഇടുന്നത്. പിന്നെ നൈറ്റ് അരച്ച് വെച്ച മാവാനുണ്ട്. വാവസിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കഴിക്കാൻ ഇഡ്ഡലി വേണമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ നമ്മളൊക്കെ സെറ്റായാലും അത് ഒത്തിരി ഇങ്ങനെ പുളിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നൈറ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കെല്ലാം പോയിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഇത് സെറ്റാക്കി അരച്ചെടുക്കാൻ ഒത്തിരി ലേറ്റായി. രാത്രി 9 മണിയൊക്കെ ഇതെല്ലാം അരച്ച് കഴിയാനുണ്ട്. പൊളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇഡ്ഡലി ഉണ്ടാക്കാൻ കിട്ടുമോയെന്നും അറിയത്തില്ല കേട്ടോ. ഉണ്ടാക്കി നോക്കിയാലും അറിയത്തില്ല എന്താവുന്ന അവസ്ഥ. അപ്പം മാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഇന്നലെ തന്നെ ഇട്ട് വെച്ച് ഇപ്പോൾ ഇളക്കി ഒന്ന് നോക്കിയതാട്ടോ. അപ്പം അങ്ങനെ ഇഡ്ഡലിയെല്ലാം സെറ്റാക്കാൻ തുടങ്ങിയിട്ട് വാവസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇഡ്ഡലി ഒത്തിരി ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസം എന്നും ചോറ് കൊണ്ടുപോകത്തില്ല, സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടും. ഇപ്പോൾ ചില ഡേയ്സിൽ മാത്രം വേണമെന്ന് പറയുമ്പോൾ ആ ഡേയ്സ് മാത്രം ആവശ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലിയെല്ലാം എടുത്ത് ഒഴിച്ച് ഞാൻ ഗ്യാസിൽ കുഞ്ഞടുപ്പിൽ വെച്ചിട്ടു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ സവോള എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തക്കാളി ചട്നിക്ക് കൂടുതൽ സവോള എടുക്കുന്നു കേട്ടോ. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. വാവസിന് സ്കൂളിലേക്കും കൊണ്ടുപോകണമല്ലോ, അപ്പോൾ പിന്നെ വീട്ടിലുള്ളവർക്കും കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് 2 സവാള എടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറുമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടോ. കറിവേപ്പില ഫ്രഷ് ഇല്ല കേട്ടോ, കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതങ്ങ് കരിഞ്ഞ് മുരിഞ്ഞ് ഇങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഉള്ളിയും വറമുളകൊക്കെ ഒന്ന് നല്ലവണ്ണം വെച്ചാൽ ഒരുവിധം ആ പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് വേണം പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. വേറെ ജോലികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കുമ്പോൾ തന്നെ 6:30 പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒത്തിരി സമയമായി. ചായ ഉണ്ടാക്കി അതെല്ലാം കുടിച്ച് കഴിയുമ്പോൾ തന്നെ 6:30 7 മണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ വാവസിനെ സ്കൂളിലേക്കെല്ലാം വിട്ടിട്ട് ബാക്കി ജോലിയൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചു. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച് തീരുമാനിച്ചു. തക്കാളി ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ വാവസിന് തേങ്ങാ ചട്നിയൊന്നും വലുതായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചട്നി മതിയെന്ന് വെച്ചു, തക്കാളി ചട്നി. അപ്പോൾ ഞാൻ 3 കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടോ. അപ്പോൾ തക്കാളി ഇതിൻ്റെ പോയിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി കിട്ടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എടുത്ത് നോക്കിയാൽ അറിയത്തുള്ളൂ എന്താവുന്ന അവസ്ഥ. സാധാരണ ഉണ്ടാക്കിയപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് ഇഡ്ഡലി അരിയൊന്നും അല്ല, നോർമൽ അരി ഇട്ടേക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് അരി ഇഡ്ഡലി അരി സ്പെഷ്യലായിട്ടൊന്നും ഇട്ടില്ല. അതുകൊണ്ട് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. ഇനി എടുത്ത് നോക്കിയാൽ മാത്രമേ എന്താ അവസ്ഥ എന്ന് അറിയത്തുള്ളൂ. അമ്മ പുറത്തുണ്ട് കേട്ടോ. വാവസിന് 8:45 സ്കൂളിലേക്ക് പോകണം. പുതിയ വണ്ടിയൊക്കെ പുതിയ ആളൊക്കെയാണ്. അപ്പോൾ എത്ര മണിക്കാണ് വരുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ ലേറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരത്തെ പോകുന്നുണ്ടോ. പഴയ ആളാണെങ്കിൽ കൃത്യസമയം നമുക്ക് അറിയാൻ പറ്റും. പുതിയ ആളായതുകൊണ്ട് ഒരു വയസ്സായ ഒരു അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റാവും പറയാൻ. ചിലപ്പോൾ നേരത്തെയും വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ സ്റ്റോപ്പിൽ നിൽക്കാൻ പോകണം. അപ്പോൾ വാവസ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഞാൻ തക്കാളി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ മതി, ഒരുപാട് ഇളക്കേണ്ട, എത്രയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി എടുക്കാൻ പോകുന്നുണ്ട്. ഇഡ്ഡലി ഒന്നും കിട്ടുന്നില്ല, അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് പാതി ആ തുണിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്താണെന്നറിയത്തില്ല. പച്ചരി കൂടിയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അതാ നൈറ്റ് അരച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല. നേരത്തെ അരക്കാത്തതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. ഇഡ്ഡലി ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ഇട്ടു, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇതോടെ മതിയാക്കാമെന്ന് വെച്ചു. ഹൗസിനെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കഴിക്കാനും ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയതോടെ മതിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ഇനി ഉണ്ടാക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ദോശ ഇനച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കൊണ്ട് ഇഡ്ഡലിയെല്ലാം പൊട്ടി പോയി. ഇല്ലെങ്കിൽ ഇങ്ങനെ പോകത്തില്ല. ആ തുണിയിൽ തന്നെ പാതിയോളം ഒട്ടിപ്പിടിച്ചു. എൻ്റെ മിക്സിയുടെ ജാറൊക്കെ കേടുവന്ന് നടക്കട്ടെ, നേരാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വലിയ ജാറിൽ അരയ്ക്കാൻ പോകുന്നത്. എൻ്റെ 2 ജാറ് എന്നാന്ന് അറിയത്തില്ല. എന്നോ വന്ന് ഒരുപാട് ലോഡ് കൂടിയിട്ട് ഇങ്ങനെ അരച്ചപ്പോൾ അത് രണ്ടും ഇങ്ങ് കേട് വന്നു. അപ്പോൾ ഞാനിട്ട് അരച്ചപ്പോൾ ആ സംഭവം എന്തോ കേട് വന്നു. നല്ല സൗണ്ട് കിട്ടും. അതോടുകൂടി അത് ഇങ്ങ് സ്റ്റോപ്പായി. ഞാൻ നേരാക്കാൻ. അതുകൊണ്ട് ഇത്രയും കുഞ്ഞു ചമ്മന്തിക്ക് ഈ വലിയൊരു ജാറ് എടുക്കേണ്ട അവസ്ഥ. അങ്ങനെ ഞാൻ എൻ്റെ വാവസിനെയും കൂട്ടി സ്കൂളിലേക്ക്, വാവസ് ഇഡ്ഡലിയെല്ലാം കഴിച്ചു, എല്ലാം റെഡിയായി. ഞാൻ വാവസിനെയും കൊണ്ട് പോകാൻ കേട്ടോ. മഴ വരുന്ന ചെറുതായിട്ട് ലക്ഷണമുണ്ട്. അപ്പോൾ കുടയെടുത്തിട്ട് വാവസിനെയും കൊണ്ട് പോകാൻ കേട്ടോ. വാവസിനെ ഒറ്റയ്ക്കൊന്നും സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. കാരണം ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങ് കാട് പിടിച്ച് കിടക്കുക, സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും വാവസിനെയൊക്കെ കൊണ്ട് സ്കൂളിൽ വിട്ട് ബസ്സെല്ലാം കയറ്റിയിട്ട് വരും കേട്ടോ.
അപ്പം അങ്ങൾക്ക് ദോശ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ഇട്ടു. ഇഡ്ഡലി എന്തായാലും കിട്ടുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു നീ ഇന്ന് ദോശ ഉണ്ടാക്കിയാൽ മതി, ഇഡ്ഡലി കിട്ടുന്നില്ലല്ലോ, അപ്പോൾ ആ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് പിന്നെ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. എനിക്ക് ഇഡ്ഡലിയേക്കാളും ദോശ ഇഷ്ടമാണ്. ഇഡ്ഡലിയിൽ എണ്ണയൊന്നും ഇങ്ങനെ പുരട്ടത്തില്ലല്ലോ, ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മണമാട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ദോശ ഇഷ്ടം. അപ്പോൾ പിന്നെ എല്ലാവർക്കും ദോശ തന്നെ ആക്കാമെന്ന് വെച്ചു. കുഞ്ഞ് പാത്രത്തിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മേലെ തൂവി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ വെന്താൽ മതിയല്ലോ. അപ്പത്തിനൊക്കെ നമ്മൾ ചെയ്യില്ലേ, അതേപോലെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ദോശ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. രണ്ടുപേരും അമ്മ കഴിക്കുന്ന നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ പൊന്നി, ഇത് എവിടെന്നോ വന്ന നായ, ഇവിടെ നിന്ന് വിട്ട് പോകുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ കഴിക്കാൻ വന്നിട്ടില്ല, അച്ഛൻ കഴിക്കാൻ വരുന്നേ ഉള്ളൂ. അച്ഛൻ ചിലപ്പോഴേ വരത്തുള്ളൂ, ചിലപ്പോൾ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും മാത്രം കഴിക്കാം. അച്ഛൻ അഥവാ വന്നാൽ അച്ഛന് വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ തിരക്കാണെങ്കിൽ വരാൻ പറ്റത്തില്ല. ഇനി ഹൗസ് 4 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോഴേക്കും വീട്ടിൽ ഓരോ ജോലികളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ജോലിയുണ്ട്. തൂത്ത് വരണം, അതുപോലെ തന്നെ തുണിയൊക്കെ അലക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, അങ്ങനത്തെ ജോലിയൊക്കെ ഒത്തിരി ഉണ്ട്. വീട്ടിലെ ജോലി കഴിയുമ്പോഴത്തേക്കും ഹൗസിനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയമാകും കേട്ടോ. വീട്ടിലെ ജോലി കഴിയത്തേയില്ല, എത്ര ചെയ്താലും കഴിയത്തില്ല. അങ്ങനെ അമ്മയ്ക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കാണ് കേട്ടോ. എനിക്ക് പിന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടമല്ല. ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇങ്ങനെ കഴിക്കണം, അല്ലാതെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എനിക്കും 2 ദോശ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. തക്കാളി ചട്നി, എനിക്കും തക്കാളി ചട്നി മതി, തേങ്ങാ ചട്നി ഒന്നും വലുതായിട്ട് ഇഷ്ടം എന്നല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കൊച്ചു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.